ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇട്ടിട്ട് അങ്ങനെ ഒരു റീൽസോ വീഡിയോസോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം സമയമില്ലായിരുന്നു. ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഇന്നലെ സാറ്റർഡേ ഒക്കെ ഓഫീസിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒന്നും അങ്ങനെ നടന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഇങ്ങോട്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. തിരക്കുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ക്ഷീണമാകും. അങ്ങനെയൊക്കെ പല പല മനസ്സിൽ വിചാരിക്കും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാലും അങ്ങനെ ഒരു മൂഡ് വന്നെന്ന് വരില്ല. അങ്ങനെ ഓരോ ദിവസം ഓരോ മൂഡുകളാണ്. അതെല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ വിചാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മൂഡ് ഒരുപോലെ ആകണമെന്നില്ലല്ലോ. അപ്പോൾ എന്നാലും അവനവനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെപ്പോഴും അവനവനെ സ്വയം മോട്ടിവേറ്റ് ചെയ്തിരിക്കുക. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരായാലും എനിക്കതേ പറയാനുള്ളൂ. അല്ലാതെ എസ്പെഷ്യലി ലേഡീസിനൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനായാലും അവനവനെ എന്നും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആണായാലും പെണ്ണായാലും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളുടെ എഗെയിൻസ്റ്റ് വന്നിരിക്കും. ആളുകൾ നമ്മളുടെ എഗെയിൻസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എല്ലാവരും ഒരേ രീതിയിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതെൻ്റെ മനസ്സിന് സന്തോഷം തരുന്നു. ഇപ്പം ഞാൻ ഓഫീസിൽ പോകുന്നത്, അത് നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നു. അത് നമ്മൾക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും ചെയ്യണം. പക്ഷേ അതല്ല, എനിക്കൊരു പാഷനാണ്. എനിക്കതിനുകൊണ്ട് മനസ്സിനൊരു സന്തോഷമുണ്ട്. വീഡിയോ എടുക്കുന്നതായാലും ഫോട്ടോ എടുക്കുന്നതായാലും എനിക്കതൊരു സന്തോഷം തരുന്നതാണ്. അത് എത്ര പേർക്ക് അത് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്നോ അതൊന്നും ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് തോന്നും, അങ്ങനെ എല്ലാവരെയും പ്ലീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആരുടെ എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ ആരുടെയും സന്തോഷങ്ങളെ ഞാനായിട്ടൊന്നും ആരുടെയും സന്തോഷങ്ങൾ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കുകയോ അങ്ങനെ ആരെയും ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. നാട്ടുകാർ മുഴുവൻ നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ എത്ര നല്ലതാണ് ചെയ്യുന്നതെന്നൊന്നും നമ്മളെ പുകഴ്ത്തുമെന്നോ അങ്ങനെ ഒന്നും വിചാരിക്കുകയേ ചെയ്യരുത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. പലരും നമ്മളെ പുറകിൽ നിന്ന് കുത്തും. ഇങ്ങനെ ചെയ്യുന്നതിനും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇപ്പം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് ഇത്രയും കാലം ഇല്ലാത്തത് എന്താ ഇപ്പോഴേ, ഇങ്ങനെയൊക്കെ പലർക്കും പല ചിന്തകളും വരും. പക്ഷെ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് ചില മാറ്റങ്ങൾ എന്നിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു പ്രായം കൂടുന്തോറും നമ്മളെ തന്നെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തോന്നും. ചില വിഡ്ഢിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ജീവിതത്തിൽ എന്നുള്ളത്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആണായാലും പെണ്ണായാലും അവനവൻ്റെ പാഷനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവർക്ക് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പക്ഷേ നമ്മളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഒരു മോട്ടിവേഷനല്ല. നമുക്ക് എപ്പോഴും ക്രിറ്റിസൈസ് മാത്രം ചെയ്യുന്നവരുടെ, മനഃപൂർവ്വം ക്രിറ്റിസൈസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെല്ലാം കുറ്റം പറയുന്നവർ, അവരെയൊന്നും അധികം അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അവനവൻ്റെ പാഷനെ ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കരുത്. അതൊരു വിഡ്ഢിത്തമാണ്. അപ്പോൾ എപ്പോഴായാലും നിങ്ങളുടെ എല്ലാ ഡ്യൂട്ടീസും നിങ്ങൾ ചെയ്യുകയും വേണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹോബീസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ ജീവിതത്തിൽ വരും. അത് നമ്മുടെ ജീവിതം തന്നെ തകർക്കുകയുള്ളൂ. വേറെ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് എനിക്ക് ഇന്നിങ്ങനെ തോന്നി, ഇപ്പം വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.